വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും, കുട്ടികളൊക്കെ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ്. അതാണല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും കുറച്ച്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, നന്നായി പഠിക്കണം കേട്ടോ. First question, page 97 to 98. Question number 1. The perimeter of a rectangle is 42. Perimeter of a rectangle is 42 meter. And diagonal is 15. Rectangle and angle in the 90. What are the length of the sides? Perimeter in the formula 2 into L plus B. 42. L plus B is equal to 42 divided by 2. Look, breadth x item, length and 21 minus x. Length, breadth. L square plus B square is equal to 15 square. Okay, equation form x square plus 21 minus x the whole square is equal to 15 square. X square a minus b the whole square, a square minus 2ab, 2 into 21 into x plus x square. നമുക്ക് അതിനെ കൂടെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. 225 is equal to 0. നമുക്കിപ്പം ഓർഡറിലാക്കണം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി is equal to 0 ഫോമിലാക്കുക. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x സ്ക്വയർ മൈനസ് 42x മൈനസ് ചെയ്യുക. ഇനി എപ്പോഴും നമ്മൾ നോക്കുന്നത് ഒരേ നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കാൽക്കുലേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും, ഈസിയാവും. ഡിവൈഡിങ് 8 ടൈം ബൈ 2. 42 21 108. ഞാൻ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1, ബി മൈനസ് 21, സി 108. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഉണ്ടല്ലോ ഈ ആൻസർ ഇങ്ങനെ ഇത് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫോർമുല അങ്ങ് എഴുതി പഠിക്കണം. ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതി നിങ്ങളങ്ങ് പഠിക്കും. ഇവിടെ ബി എന്താ? മൈനസ് 21. അപ്പോൾ നമ്മളിവിടെ മൈനസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വരും, മൈനസ് ഇൻറ്റു മൈനസ്. ഇവിടെ പ്ലസ് 21 ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് 21 വരും. ബി സ്ക്വയർ 441, 4 ഇൻറ്റു 1 ഇൻറ്റു 108 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കിത് ഇൻറ്റു ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ 2. x is equal to 21 plus or minus root 9. 9ൻ്റെ റൂട്ട് അറിയില്ല, 3. 21 plus 3 divided by 2. 21 minus 3 divided by 2. 24 by 2, 18 by 2, 9. നമുക്ക് ലെങ്ത് 12 ആണെങ്കിൽ നമ്മളെന്താ ബ്രെഡ്ത്ത് ആയിട്ടാണ് ഇതിൽ അസ്യൂം ചെയ്തത് അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് 9 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 12. അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ 12 meter ആൻഡ് 9 meter. Therefore sides are 12 meter
യൂണിറ്റ് ചേർത്ത് എഴുതണം. മീറ്റർ അല്ലേ? 12 and 9. How many next question. Question number 2. How many consecutive natural numbers starting from 1 should add to get 300? Consecutive natural numbers. Consecutive എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത നമ്പർ അല്ലേ? 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 8 കഴിഞ്ഞാൽ 9. നമുക്ക് 1 പ്ലസ് ചെയ്ത് പോകണം. അപ്പം നമുക്ക് നമ്പേഴ്സ് എങ്ങനെ അസ്യൂം ചെയ്യാം? ലെറ്റ് നമ്പേഴ്സ് ബി. ഇവിടെ പറയുന്നത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവായിട്ടുള്ള അടുത്തടുത്ത നമ്പേഴ്സ്. അങ്ങനെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണം? ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സം 300. 1 + 2 + 3 + etc. n. ഇവിടെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളായിരുന്നു. നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? x, x + 1. ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം 1 എന്നുള്ളത് കൊണ്ടാണ് 1 + 2 + 3 + etc. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല എന്താ? n × n + 1 ഡിവൈഡഡ് ബൈ 2. n² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കേട്ടോ. a = 1, b = 1, c = -600. നമ്മൾ സൈനൊക്കെ മറന്നു പോയിട്ട് ശ്രദ്ധിച്ചെഴുതിക്കണം. n = -b ± നിങ്ങൾ ഇതേപോലെ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങൾക്ക് എഴുതി തരുന്നത് കേട്ടോ. ഇവിടെ ബി എന്താ? 1. -b എന്ന് പറയുമ്പോൾ -1. b² -4 × 1 × -600 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 1. -1 + 1 മൈനസിന് മൈനസ് പ്ലസ് 2401. റൂട്ട് 49. നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് എടുക്കില്ല അല്ലേ? നമ്മൾ ഏതെടുത്താൽ മതി? പോസിറ്റീവ് വാല്യൂ. 49 - 1 48. 48/2 24. 49 - 1 48 ഡിവൈഡഡ് ബൈ 2. നമ്പർ 24 ടേംസ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സം 300. വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗിവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ? ഒരു നമ്പർ, ആ നമ്പർ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ, ആഡഡ് ടു 1 1ഉം ആ നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് ഓൺ സ്ക്വയർ, ആ നമ്പറിൻ്റെ സ്ക്വയർ കിട്ടും. നമ്പർ നമുക്ക് x ആയിട്ട് അസ്യൂം ചെയ്യാം. x + 1 എന്ത് കിട്ടും? x². നമുക്ക് ഈ ടൈമിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ x² -6 -1 0. ഇവിടെ എന്താ? 1. b -1. c is also -1. -b ± root of b² -4ac whole divided by 2a. -b എന്ന് പറയുമ്പോൾ +1. 1 - 4 × 1 × -1. 1 ± √5. ഇവിടെ നമുക്ക് 5ന് റൂട്ടില്ല. അപ്പം നമ്മൾ എന്തെഴുതും? നമ്പേഴ്സ് ആർ 1 + √5 ഡിവൈഡഡ് ബൈ 2 ആൻഡ് 1 - √5/2.
വലിയ ക്വസ്റ്റ്യനാണ്, ഞാൻ വായിക്കാം കേട്ടോ. In writing the equation to construct a rectangular specified perimeter and area, the perimeter was wrongly written as 24 instead of 42. ശരിക്കും 42 ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്, അതിന് പകരം എന്തെഴുതി? 24 എഴുതി. The length of a side was then computed as 10. അങ്ങനെ 42-ന് പകരം 24 എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് 10 എന്ന് കിട്ടി. What is the area in this problem? What is the length of the rectangle in the correct problem? 42-ന് പകരം 24 എഴുതി അല്ലേ? പെരിമീറ്റർ നമ്മൾ ഇൻകറക്റ്റാണ് ആദ്യം ചെയ്യുന്നത്. പെരിമീറ്റർ ഞാൻ പിന്നിട്ടിരിക്കുന്ന പെരിമീറ്ററാണ്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 24. യൂണിറ്റ് നമുക്ക് പിന്നെ എഴുതിയാലും മതി. 2 × L + B 24. L + B is equal to 12. അപ്പം നമുക്ക് അങ്ങനെ പെരിമീറ്റർ 12 ആകുമ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ സൈഡ് വാസ് ദെൻ കമ്പ്യൂട്ടഡ് ആസ് 10. നമുക്ക് ലെങ്ത് 10 തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ലെങ്ത് 10 മീറ്റർ ആണെങ്കിൽ ബ്രെഡ്ത്ത് 12 - 10 അല്ലേ? ഏരിയ എന്തായിരിക്കും? L × B. 10 × 2 20 സ്ക്വയർ മീറ്റർ. നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി അല്ലേ? വാട്ട് ഈസ് ദ ഏരിയ ഇൻ ദ പ്രോബ്ലം? എന്നുവെച്ചാൽ തെറ്റായിട്ട് എഴുതിയപ്പോൾ ഉള്ള റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തെറ്റായിട്ട് എഴുതി, ഇപ്പോൾ ഏരിയ ഇത് കിട്ടി. പക്ഷെ നമ്മൾ ശരിക്കും ഏരിയ ആ റെക്റ്റാങ്കിൾ തന്നെയാണ്, പെരിമീറ്ററാണ് കറക്റ്റ് തന്നെയാക്കാൻ പോകുന്നത്. ഇനി പെരിമീറ്റർ കറക്റ്റ് ആയിരുന്നെങ്കിൽ എന്ത് കിട്ടും? 42 വരണം അല്ലേ? നമുക്ക് ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഏരിയ നമുക്ക് 20 കിട്ടി. പെരിമീറ്റർ 42 വരണം. ലെങ്ത് എത്ര കിട്ടണം? L + B എത്ര കിട്ടും? 2 × L + B 42. L + B എത്ര കിട്ടണം? 21. നമുക്കിവിടെ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ലെങ്ത് 21 - x. ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എക്സ് ഇൻറ്റു 21 - x ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ബ്രാക്കറ്റ് ഓപ്പൺ. എക്സ് ഇൻറ്റു -x നമുക്കത് ആദ്യം എഴുതാം. +21x -20. ഇനിയിവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -1നേക്കാൾ +1 ആണ് നമുക്ക് എഴുതാൻ സൗകര്യം. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ -1. സമ പ്രോഡക്റ്റ് വെച്ച് ചെയ്യാൻ നിങ്ങൾ ഫോർമുല തന്നെ അപ്ലൈ ചെയ്തു. -b അപ്പോൾ +21 ± b² 441 -4 × 1 × 20 whole divided by 2 × 1. (21 ± √361 whole divided by 2). 21 plus √361 90. 40/2 2/2. നമുക്ക് കറക്റ്റ് 42 ആണ് പെരിമീറ്റർ, അതാണ് കറക്റ്റ് അല്ലേ? അപ്പോൾ കറക്റ്റ് ലെങ്ത് എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും 20 മീറ്ററും 1 മീറ്റർ. ഒക്കെ സെൻറ്റൻസും കൂടെ നിർത്തി. Therefore sides of a rectangle 20 meter and 1 meter. Question number 5. In copying a second degree equation, the number without x was written 24 instead of -24. ഇവിടെ തെറ്റായിട്ട് എഴുതി. എന്താണ്?
എക്സ് ഇല്ലാത്ത ടേം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം കോൺസ്റ്റൻറ്റ് ടേം. ഇൻസ്റ്റെഡ് ഓഫ് -24 -24 ആയിരുന്നു കറക്റ്റ് നമ്പർ. പക്ഷെ അതിന് പകരം എന്ത് എഴുതിയ കുട്ടി? +24. അങ്ങനെ എഴുതിയപ്പോൾ ആൻസേഴ്സ് എത്ര കിട്ടി? എക്സിൻ്റെ വാല്യൂസ് എത്ര കിട്ടി? 4 and 6. ഇൻകറക്റ്റാണ് നമ്മൾ എഴുതുന്നത് ആദ്യം. ഇൻകറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റോങ് ഇക്വേഷൻ. x minus 4 into x minus 6 is equal to 0. x square minus 10x plus 24 is equal to 0. ശരിക്കും കണ്ടോ, ഇവിടെ 24 ആണിപ്പോൾ നമുക്കുള്ളത്. ശരിക്കും എന്താ ഇവിടെ വരണ്ടേ? -24 അല്ലേ? കറക്റ്റ് ഇക്വേഷൻ. x square minus 10x minus 24 is equal to 0. x is equal to minus b എന്ന് പറയുമ്പോൾ +10. ഇവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരും. 10 square 100. 4 into 1 into -24. ചില കുട്ടികൾ ഈ മൈനസ് എടുക്കാൻ വിട്ടുപോകും, മറന്നു പോകരുത്. minus into minus plus. 4 into 1 into 24, 96. 10 plus 10 plus root of 196, 14. 24 by 2, 12, minus 4 by 2. What are the answers of the correct problem? Answers of the correct problems ഏതാണ്? 12 and സെൻറ്റൻസും കൂടി എടുത്ത് എഴുതാം. What are the answers of the correct problem? and -2. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. വീഡിയോയുടെ ഓക്കെ, നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നാലോ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം കേട്ടോ. ഞാനൊരു മിനിറ്റ് ക്വസ്റ്റ്യൻ. ഒരു MCQ ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ആൻസർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ തരുന്നത് കേട്ടോ. സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. x minus 1 the whole square is equal to 100. Option A 9, -10. Option B 10, -9. ഇപ്പം MCQ ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. 10, -10. ഓപ്ഷൻ ഡി 11, -9. നിങ്ങൾ ആരൊക്കെ ആൻസർ അയക്കുമെന്ന് നോക്കാം.
എല്ലാവരും ആൻസർ അയക്കണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.